ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊരു വീടിൻ്റെ ടോപ്പാണ്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ഏരിയ കെട്ടണം, പിന്നെ ഒരു ഹാള്, അങ്ങനെ കുറച്ച് വർക്കുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും മാക്സിമം ഐഡിയപൂർവമായിട്ട് എല്ലാ കാര്യങ്ങളും, ഒരു വീട് പണിയെന്ന് പറയുന്നത് ഒരു റൂമായാൽ പോലും നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പ്രത്യേകിച്ച് നമ്മൾ രണ്ടാമത്തെ നിലയിലൊക്കെ ഒരു ഹാളോ ഒരു കിച്ചണോ ഒരു റൂമൊക്കെ ഇറക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പം ഈ 4-5 കല്ല് വെച്ച് പടവ് കെട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇവിടെ പാരപ്പറ്റുണ്ട്. അപ്പോൾ പാരപ്പറ്റ് നമ്മൾ സാധാരണ ഈ തട്ടിൽ നിന്നൊരു 10 സെൻറ്റിമീറ്റർ തള്ളിയാണ് കോൺക്രീറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ മേളിലാണ് ഈ പാരപ്പറ്റ് കെട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ പാരപ്പറ്റ് ഇടിക്കാതെ അതിൽ കൂടി ചേർത്ത് ഒരു 4 ഇഞ്ചിൻ്റെ ബ്രിക്ക് വെച്ച് കെട്ടിയതിന് ശേഷം അതിൻ്റെ ടോപ്പിൽ 6 ഇഞ്ച് കല്ല് വെച്ച് കെട്ടും. അപ്പോൾ നമ്മളെ ചുമർ, അതായത് താഴത്തെ ചുമരിൽ കറക്റ്റ് ലോഡ് പിടിക്കും. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് വേണമെങ്കിൽ അവർ ഈ പാരപ്പറ്റിൻ്റെ മേളിലിട്ട് കെട്ടാൻ നോക്കും. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്ത് ശുദ്ധ മണ്ടത്തിലാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ പ്രധാനപ്പെട്ട കാര്യം, അതായത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ഈ രണ്ടാമത്തെ നിലയിൽ റൂമൊക്കെ തിരിക്കുമ്പോൾ നമ്മൾ താഴത്തെ എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാൻ നിൽക്കരുത്. കാരണം താഴത്തെ ചുമര് എവിടെയൊക്കെയാണോ വരുന്നത് അതിൻ്റെ അളവെടുത്ത് കറക്റ്റ് അതിൻ്റെ അളവെടുത്തിട്ട് വേണം നമ്മൾ മേളിൽ ലോഡ് കയറ്റാൻ. കാരണം ചില മുതലാളിമാർ, അതായത് ക്ലയൻ്റൊക്കെ ഉണ്ട്, അവർക്ക് ഒന്നും അറിഞ്ഞുകൂടെങ്കിലും എല്ലാം അറിയാം എന്നുള്ള ആ ഒരു ഭാഗത്തിൽ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അതായത് നമ്മളൊരു റൂം കെട്ടാൻ പോകുമ്പോൾ അവർ തന്നെ പറയും അവർക്ക് വലിയ റൂം വേണം, വലിയ ഹോള് വേണം, പിന്നെ റൂമിൻ്റെ വീതി ഇത്തിരി, അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ മാക്സിമം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കും. അപ്പോൾ ചിലവരത് അംഗീകരിക്കത്തില്ല. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. നമ്മളെപ്പോഴും ഈ രണ്ടാമത്തെ നിലയുടെ മേളിൽ കയറ്റുമ്പോൾ നമ്മൾ താഴത്തെ ചുമര് എവിടെയാണോ വരുന്നത് നമ്മളെപ്പോഴും ആ ഭാഗത്തായിരിക്കണം നമ്മൾ മേളിലത്തെ ലോഡ്, അതായത് കെട്ടിൻ്റെ ഇതെല്ലാം കൊടുക്കേണ്ടത്. ഒരടിയോ 2 അടിയോ തള്ളിയൊക്കെ ആണെങ്കിൽ ഒരു കൈ കട്ടി പോലെയൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് വിഷയമില്ല. പക്ഷേ മെയിൻ ചുമരൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. കാരണം നമ്മൾ ഈ റൂഫ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത്തെ നില ഭാവിയിൽ ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കൺസീൽഡ് ബീം കൊടുക്കും. ഇപ്പോൾ റൂമിൻ്റെ ക്രോസിനാണ് മേളിലത്തെ റൂം വരണമെങ്കിൽ നമ്മളവിടെ കൺസീലർ ബീം കൊടുക്കും. അപ്പോൾ ആ കൺസീലർ ബീമിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഈ കെട്ടും കാര്യങ്ങളും വരുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ കൺസീലർ ബീമൊന്നും ഇട്ടിട്ടില്ല. താഴെ ഹോളിൽ ഒരു ബീം കൊടുത്തിട്ടുണ്ട്, ഒരു ഓവർ ബീം താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മാക്സിമം ഒരു വീട്ടിൽ ഇതുപോലത്തെ വർക്കിനൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് നമ്മൾ ധൈര്യമായിട്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് തുറന്ന് പറയണം. ചില ക്ലയൻറ്റിന് അത് ഇഷ്ടപ്പെടില്ല, ചിലവർക്ക് അത് അംഗീകരിക്കും. അപ്പോൾ ഇവിടെ ക്ലയൻറ്റിന് ഏകദേശം ഈ കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ചുള്ള ഏകദേശം ധാരണ ഉള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് എൻ്റെ അടുത്ത് ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കും. അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അത് അംഗീകരിക്കും. അല്ല, അത് ശരിയല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ബിൽഡിങ്ങിന് പ്രശ്നം വരും എന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഞാനത് ഓപ്പണായിട്ട് അവരുടെ അടുത്ത് തുറന്ന് പറയും. അത് തുറന്ന് പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും, ആ രീതിയിൽ ചെയ്യും. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ക്ലയൻറ്റ് വിട്ട് തരും. ഇപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇവിടുത്തെ വർക്ക് എനിക്ക് വിട്ടു തന്നു. അതായത് എൻ്റെ ഇഷ്ടത്തിന്. ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഗ്രില്ല് വെച്ചിട്ടുള്ള വിൻഡോയാണ്. അപ്പോൾ ആ ഗ്രില്ല് കംപ്ലീറ്റും വെൽഡ് ചെയ്ത് എല്ലാം പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയും ഹൈറ്റ് ലെവൽ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റും നമ്മൾ കെട്ടിയിരിക്കുന്നത്, ഇത് വർക്ക് ഏരിയ കെട്ടിയിരിക്കുന്നത് 4 ഇഞ്ച് ബ്രിക്ക് വെച്ചാണ്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ ബ്രിക്ക് വെച്ചാണ് നമ്മളിവിടെ വർക്ക് ഏരിയ കെട്ടിയിരിക്കുന്നത്. 6 ഇഞ്ച് കല്ല് ഇവിടെ നമ്മൾ ഓവർ ലോഡ് കയറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ 6 ഇഞ്ച് കൊടുക്കാത്തത്. കാരണം മുകളിൽ റൂഫിങ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ബാക്കി കംപ്ലീറ്റ് ഷീറ്റാണ് അടിക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ഇവിടെ കൊടുക്കുന്നത് ഒരു ഹോളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഹോള് കൊടുക്കണം എന്നുള്ളൊരു ഇതില്ലായിരുന്നു. കാരണം ആദ്യം ഹോള് കൊടുക്കേണ്ട, ഒരു വർക്ക് ഏരിയ മാത്രം മതി എന്നാണ് പറഞ്ഞത്. ഈ വർക്ക് ഏരിയ കെട്ടി മുക്കാഭാഗമായപ്പോഴാണ് ഇവിടെ ഒരു വലിയൊരു ഹോള് വേണമെന്ന് ഉള്ള തീരുമാനം വന്നത്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു വീട് വയ്ക്കാൻ നേരത്ത് അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും പണി ചെയ്യാൻ നേരത്ത് ക്ലയൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഈ വീഡിയോ കാണുന്നവരെങ്കിലും മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഫുൾ പ്ലാനിങ് നമുക്ക് വേണം.
ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മളെ കയ്യിലിരിക്കുന്ന ബഡ്ജറ്റിൽ അത് തീരുമോ, നമുക്ക് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് നമ്മളെ ഓണറിന് വേണം. നമ്മൾ കെട്ടിക്കൊണ്ട് നിന്നതിന് ശേഷം അടുത്ത പ്ലാന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കെട്ടുന്നതിൽ കൊരുത്തിട്ടായിരിക്കും കെട്ടുന്നത്. നമുക്ക് അങ്ങനെ കെട്ടാം, പിന്നെ അത് പിന്നെ ഇടിച്ച് പൊളിക്കണം. അങ്ങനെ ഒരുപാട് എക്സ്ട്രാ പണികളും നഷ്ടങ്ങളും ഒരുപാട് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കറക്റ്റ് അളവ്, അതായത് താഴത്തെ ഭിത്തി എവിടെയൊക്കെയാണോ വരുന്നത്, ഏത് അളവിനാണോ വന്നത്, അപ്പോൾ നമ്മൾ ടേപ്പിന് താഴെ പോയി കംപ്ലീറ്റ് അളവെടുത്തിട്ട് അതേ ലോഡാണ് നമ്മൾ മുകളിൽ കയറ്റുന്നത്. അപ്പോൾ ഇവിടെ കെട്ടുന്നത് 6 ഇഞ്ചിൻ്റെ ബ്രിക്കാണ്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ബ്രിക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് റൂമൊക്കെ വലുതാക്കി ചെയ്യണമെങ്കിൽ നമ്മളെ AC ബ്ലോക്ക് അങ്ങനെയുള്ളതൊക്കെ വെച്ചാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കെട്ടിയെടുക്കാം. കാരണം അതിന് വലിയ ലോഡ് പിടിക്കില്ല. കാരണം ലോഡ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് AC ബ്രിക്ക് നമ്മളെടുത്ത് കെട്ടുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പിന്നെ ഇവിടെ വയ്ക്കുന്നത് ഒരു ഡോറും 2 ജനലും വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഡോറ് ഈ പഴയ ഒരു കടയിൽ നിന്ന് പഴയ തടി എടുത്തതാണ്, പ്ലാവിൻ്റെ തടിയാണ്. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡോറും വയ്ക്കണം, 2 ജനലും വയ്ക്കണം. ടോട്ടൽ 12 ലൈന് പൊക്കി വയ്ക്കണം. അതായത് 12 ലിൻഡിൽ കോൺക്രീറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 12 വരി നമുക്കിവിടെ വയ്ക്കാറുണ്ട്. അപ്പോൾ 12 വരിയും വയ്ക്കണമെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കെട്ടി തീർക്കാൻ പറ്റും. 2 ദിവസത്തെ വർക്ക് വരും. അപ്പോൾ ഈ 2 ദിവസത്തെ വർക്കും കൂടി ചേർത്താണ് ഞാൻ ഈ വീഡിയോയിലിടുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ പല ആൾക്കാരും വിചാരിക്കും ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കെട്ടി തീർത്തോ എന്ന് ചോദ്യം വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് 2 ദിവസത്തെ വർക്കാണ്. അപ്പോൾ 2 ദിവസത്തെ വർക്കാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു കല്ലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 30 കിലോ, 29-30 കിലോ വെയിറ്റാണ് വരുന്നത്. അപ്പോൾ അതായത് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഈ ഒരു സൈഡ് മൊത്തം 20 ബ്രിക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഹോളോ ബ്രിക്സാണ്. അപ്പം 20 ബ്രിക്ക് ഒരു വരിക്ക് 20 ലൈനായപ്പോൾ 12 വരിയായപ്പം 240 കല്ലായി. അപ്പോൾ 240 കല്ലായപ്പോൾ ടോട്ടൽ അതിൻ്റെ മേൽ കയറുന്ന ലോഡെന്ന് പറയുന്നത് ഏകദേശം ഒരു 6 ടണ്ണിൽ കൂടുതൽ വരുന്നുണ്ട്. അതായത് ഡോറും ജനലും ഒക്കെ പോയിട്ട് 6 ടണ്ണോളം വെയിറ്റ് നമ്മളിതിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അടിയിലത്തെ ബീമോ അല്ലെങ്കിൽ അടിയിൽ ബീമുണ്ടെങ്കിൽ ബീമിന് കണക്കിന്, അല്ലെങ്കിൽ അടിയിൽ ഭിത്തി ഉണ്ടെങ്കിൽ ഭിത്തി കണക്കിന് വേണം കെട്ടാൻ. കാരണം ചില ക്ലയൻറ്റ് പറയും അവരുടെ ഇഷ്ടത്തിന്, കാരണം അവരാണ് കാശ് നമുക്ക് മുടക്കുന്നത്, അവരാണ് കാശ് മുടക്കി വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകൊടുക്കും. ക്ലയൻറ്റ് എന്ത് പറയുന്നോ അതുപോലെ അങ്ങ് ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് പറയുന്നത്, നമ്മളങ്ങനെ ചെയ്ത് പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അത് ലാസ്റ്റ് നേരെ പണി ചെയ്ത മേസ്ത്രിമാരുടെ അതിലായിരിക്കും വരുന്നത്. കാരണം ആ സമയത്ത് ക്ലയൻറ്റ് പറയുന്ന ഡയലോഗ് എന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, അവർ പണിക്കാരാണ്, പണിക്കാർക്ക് അറിഞ്ഞൂടെ എന്നൊരു ചോദ്യം വരും. അപ്പോൾ ആ ചോദ്യം വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ലോഡ് കയറ്റുമ്പോൾ താഴത്തെ കെട്ട് എവിടെയാണോ വരുന്നത്, അല്ല ബീം എവിടെയാണോ വരുന്നത്, അതിനനുസരിച്ച് നമ്മൾ മേളിലും ലോഡ് കയറ്റണം. അല്ലാതെ ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിന് മൊത്തവും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് പേര് ദോഷം പഴിയും കേൾക്കേണ്ടത് പണി ചെയ്ത മേസ്ത്രിമാരായിരിക്കും. പിന്നെ ചില ക്ലയൻറ്റിനൊക്കെ നമ്മൾ കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഈ വീട്ടിലെ ക്ലയൻറ്റും അങ്ങനെയാണ്. കാരണം പുള്ളിക്കാരന് കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. പിന്നെ എല്ലാം എൻ്റെ ഇഷ്ടത്തിനാണ് വിട്ടു തന്നത്. എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നത് ഞാൻ നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബിൽഡിങ്ങിന് ഒരു പ്രോബ്ലം വരത്തില്ല, ഒരു ഷേക്കോ അല്ലെങ്കിൽ ഒരു ക്രാക്കോ അങ്ങനെ ഒന്നും വരത്തില്ല. ആ ഒരു വരാത്ത രീതിയിലാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. പിന്നെ ഇതാദ്യം പറഞ്ഞത് പ്ലാസ്റ്ററിങ് ഇല്ല, ഫുള്ള് വരച്ച് വിടാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് സമയം കണ്ടെത്തി ഞാൻ വരച്ച് വിട്ടു. പിന്നീട് പറഞ്ഞു പ്ലാസ്റ്ററിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കാരണം ഇതുപോലത്തെ ബ്രിക്ക് വെച്ചൊക്കെ ഹോളോ ബ്രിക്കൊക്കെ വെച്ച് കെട്ടുമ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ശരീരം ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി, അവിടെ നമ്മുടെ ശരീരം സ്കിന്നങ്ങ് ഇളകിപ്പോവും. അതുപോലെ തന്നെ ഈ കൊതുകും കാര്യങ്ങളൊക്കെ ഈ ഹോളോ ബ്രിക്കിൻ്റെ ഇടയിൽ ഹോളിനകത്ത് പെരുവി മുട്ടയിടും. അപ്പോൾ അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിയായിരിക്കും. പ്ലാസ്റ്ററിങ് ചെയ്ത പെയിൻ്റ് അടിച്ചാൽ കുറച്ചും കൂടി വൃത്തിയായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിൽ ഓർമ്മയിരിക്കട്ടെ. ഈ വീഡിയോ